ഞാനാണ് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഇത്. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. കുറച്ചിങ്ങോട്ട് ചടങ്ങ് തുടങ്ങലച്ചാ. അപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ച പണിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നല്ല, ഇത് നമ്മുടെ നോമ്പുത്തോറയാണ്. അപ്പം ലാബിൻ്റെ നോമ്പുത്തോറ എന്ന് പറയുമ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. കൃത്യം 6 മണിക്ക് വരണമെന്ന് പറഞ്ഞോളൂ തന്നെ എല്ലാവരും ഒരുവിധം 6 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇവരിവിടെ ഈ ഒഴിച്ചുണ്ടാക്കുന്നത്. ഈ വെള്ളം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു കസ്കസും എല്ലാം കൂടി ഫ്രൂട്ട്സിൻ്റെ കടിയൊക്കെ വന്നിട്ട് നല്ലൊരു ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നോമ്പ് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ കുടിക്കുന്നത് ഈ ഒരു വെള്ളവും അതുപോലെ തന്നെ കാരക്കയായിരുന്നു. അപ്പം ഈ വെള്ളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മുടെ ലാബിലെ നോമ്പ് ഹെൽപ്പ് ചെയ്യ്. കണ്ടില്ലല്ലോ. അങ്ങനെ ഞാൻ എത്തുമ്പോഴത്തേക്ക് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാഹിത്യതയെ ആക്റ്റീവായിട്ട് ഓടി നടന്ന് പണിയെടുക്കുകയാണ്. പിന്നെ ബാക്കിൽ വിഷ്ണുവേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല പണിയെടുക്കുന്ന തിരക്കിലാണ്. വിഷ്ണുവായിട്ട് ഇടുന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ കൈ വെക്കുന്നത്? ഫോട്ടോയോ? ഞാൻ ഫോട്ടോ എടുത്തില്ല, വീഡിയോ എടുക്കുന്നേ. ബായ് യോയോ ആയിട്ട് ബായ്. സാറൊക്കെ ഉണ്ട്. പ്രത്യേകമായിട്ട് നമ്മളൊരു ഗുണപ്പെടുത്താനുള്ളത് നമ്മുടെ ചാരിറ്റി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ടൊരു ഫണ്ട് കളക്ഷൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴേ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ എല്ലാ ആളുകളുടെയും ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുക. എല്ലാവരും ലൈവായിട്ട് ഇൻവോൾവ് ചെയ്താൽ മാത്രമേ വലിയൊരു വിചാരിച്ചൊരു സക്സസിലേക്ക് എത്തുകയുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വർദ്ധിച്ച ഉത്സാഹത്തോടും
വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. നമ്മുടെ ഫണ്ട് റൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ലാബ് സ്റ്റാഫിനെ പ്രത്യേകം സന്ദർശിക്കണമെന്നും അവരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കണമെന്നും മുന്നോട്ട് പോകാനുള്ള കരുത്ത് വരണമെന്നും ഒക്കെ ഉള്ള ചർച്ച വരികയുണ്ടായി. ദൈവാനുഗ്രഹത്താൽ വളരെ നന്നായി തന്നെ വളരെ ഊർജ്ജസ്വലമായി കുട്ടികൾ കൂടുതൽ കുട്ടികൾ ലഭ്യമാണെന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. ആരെങ്കിലും കുട്ടി തീർന്നുപോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അറിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. കുറച്ചുപേര് വളണ്ടിയേഴ്സിന്റെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന് നമ്മുടെ കളക്ഷനൊക്കെ മുന്നിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലാണ് റെസിസ്റ്റ് കുട്ടികളുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾ അവരോട് ചേർന്നുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അങ്ങനെ ദേ ബാങ്ക് കൊടുത്തതിന് ശേഷം എല്ലാവരും നല്ല കാരയ്ക്കും ആ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്നു. അതുവരെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. അതേ ആ ഒരു വെള്ളവും ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. ഞാൻ അധികം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നോമ്പ് കാലത്ത് അധിക പേരും ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെക്കെങ്കിൽ പോലും ഈ ഒരു നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കാമെന്ന് മാത്രമേ തോന്നാറുള്ളൂ. കാരണം ഈ നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്തോടെ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നതാണ് നമുക്കതുണ്ടായിരുന്നു. പക്ഷേ അവർ മിക്കവാറും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ കൂടുതലായിട്ടും വെള്ളം കുടിക്കും. കാരണം അത്ര നേരം വെള്ളം കുടിക്കാതിരുന്നിട്ട് ആ ഒരു വെള്ളം എത്തുമ്പോഴാണ് അവർക്ക് വയറ് നിറയുന്നത്. ആ ഒരു കാര്യയ്ക്ക് ആ വെള്ളമാണ് അവർ മെയിനായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതേ എന്തായാലും നമ്മൾ ഹൈദരാബാദി ബിരിയാണി ടേസ്റ്റ് നോക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. തിന്നിട്ടില്ല, അതുകൊണ്ട് അറിയൂല. കാണാനുണ്ട്. എല്ലാരും കഴിച്ചു കഴിഞ്ഞാൽ മാത്രം എന്താ ഇരിക്കുന്നേ? കിട്ടിയില്ല. മതില്ലേ? ഇഷ്ടായില്ലേ? ഇതൊക്കെ കഴിച്ചാലോ പാടുകളാണോ? ഞാൻ ഡയറ്റില്ല. ഞാനാണ് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഇത്. ഇതിന്റെ എല്ലാ ഇതും ഇന്റെ ഇതാണ്. എന്താണാ ഇത്? അത് പറഞ്ഞാൽ പറഞ്ഞേട്ടോ. നീ ഇന്നലെ കാശ് തരാന്ന് പറഞ്ഞേ. കിട്ടി പണ്ട് എന്തോർക്കിരിക്കുന്നേ? ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. അയ്യോ, ഇതുവരെ വന്നിട്ട് നിങ്ങളെ കാണില്ലേ പ്രതി? അടിപൊളി നോമ്പറ, ഒന്നും പറയാനില്ല. അടിപൊളി സംഘാടനം, അടിപൊളി ഫുഡ്, അടിപൊളി നോമ്പും പറ്റും. കഴിക്കൂ ജിലേബി ലഡു കഴിക്കൂ. എവിടെ വന്നാൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിന് പാഴ്സലൊക്കെ ഇതെന്താ പാഴ്സലൊക്കെ? ചോറ് എനിക്ക് തിന്നാനുള്ളത്, അത് മനസ്സിലായി. കഴിക്കാൻ പറ്റൂല. ഇതാണ് പാർസൽ. ഈ ലിഫ്റ്റ് കിട്ട് വന്നത് ചോറ് തിന്നാനല്ലേ? ഇവിടുന്ന് ഒരു ട്രിപ്പ്, വീട്ടിൽ പോയാലൊരു ട്രിപ്പ്. പിന്നെ ശരീരം നോക്കണ്ടേ? കഴിക്കാനുള്ളതാണ് കൊണ്ടേക്കുന്ന സജ്ജനോടെ. അടിച്ചുണ്ട് പോയി ഫോണിലേക്ക് നടന്നോ.
ഐസ് ബാബ. അപ്പം ബായ് പറഞ്ഞേ സായി. ആ ആയിക്കോട്ടെ, ഒരു കുപ്പി വെള്ളം എടുത്തിക്കണം കേട്ടോ. എടുത്തതോ എടുത്ത് അത് നാലാൾ അറിയിക്കണോ? പിന്നെ അറിയിക്കണ്ടേ? ഓരോ വീട് ഓരോ ഇതൊക്കെ ആരുണ്ടോ? ഞാൻ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബൈ, ചിയേഴ്സ്. ഞാൻ എടുത്തില്ല. എന്തൊക്കെ കൊറേ നേരമായല്ലോ ഈ ചായ കുടിക്ക്. ഇതാണ് സമയത്ത് ഞങ്ങളെ ലാബിന്റെ എല്ലാമാണ്. പിന്നെന്താ പറയാ, പെങ്ങള് ബാക്കി ഓളെ പറ്റി പറഞ്ഞാ മതി. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ല കേട്ടോ. ഇനി എന്തൊക്കെയാ പറഞ്ഞ, എന്തൊക്കെയാ പഠിപ്പിച്ചു തന്നെ നമുക്ക്? എന്തല്ലോ എന്തൊക്കെയാ പറഞ്ഞ സെമി ബായ്? ആ കണ്ടില്ലേ ഇനി ആഷിർക്ക? അത് പോയി. വേണ്ട, ഇന്നോള് തുറക്കില്ല. നിങ്ങളെ അവിടുന്ന് കഴിഞ്ഞ് ഇനിയുണ്ട്. എത്രാമത്തെ ട്രിപ്പാ? എന്ത് ധന്യേച്ചി പോരി. ഏതായാലും സായി വന്നില്ലേ, വാ. നമ്മൾ നോമ്പ് തുറന്ന് നേരെ ഡ്യൂട്ടിക്ക് കയറിയതാണ്. കാരണം അടുത്ത ആളുകളെ വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് വേണം ബാക്കിയുള്ളവരെ വിടാൻ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. നമ്മുടെ കുഞ്ഞു നോമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.